പ്രാൻഡിൽ സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡ്. ഇവിടെ അസംഷൻസ് പറയുന്നത് സെയിൻറ്റ് വെനൻസ് തിയറം അല്ലെങ്കിൽ സെയിൻറ്റ് വെനൻസ് മെത്തേഡ് വഴി നമ്മൾ ചെയ്തായിരുന്നു. ടോർഷൻ ഓഫ് എ സർക്കുലർ ബാർ, എലിപ്റ്റിക്കൽ ബാർ, അതൊക്കെ പ്രിസംസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അതേ അസംഷൻസ് തന്നെയാണ് ഇവിടെ പ്രാൻഡിൽ സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡിലും ഫോളോ ചെയ്യുന്നത്. സെയിം അസംഷൻസ് തന്നെയാണ്. അപ്പം ഇതിൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ലാപ്ലേസ് ഇക്വേഷനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ എന്തായിരുന്നു? ഡോ സ്ക്വയർ 5 ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു നോക്കിയിരുന്നത്. ഇവിടെ നമ്മൾ അതിന് പകരം പോയ്സൺസ് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. പോയ്സൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഈക്വൽ ടു 0യ്ക്ക് പകരം ഈക്വൽ ടു മൈനസ് ജി തീറ്റ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ മെത്തേഡ്, എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം അസംഷൻസ് ഇത് നേരത്തെ പോലെ തന്നെ സെയിൻറ്റ് വെനൻറ്റ് പോലെ തന്നെ ഇതിനകത്തും സിഗ്മ എക്സ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ വൈ വൈ ഈക്വൽ ടു 0, സിഗ്മ സെഡ് സെഡ് ഈക്വൽ ടു 0, ടോ എക്സ് വൈ ഈക്വൽ ടു 0. ഇനി നോൺ സീറോ കമ്പോണൻസ് ആയ ടോ വൈ സെഡും ടോ എക്സ് സെഡിൻ്റെയും വാല്യൂസ് എന്താണ്? നോൺ സീറോ ആണ്. അതിന് മുമ്പ് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അതിൻ്റെ വേറെ ഒരു വ്യത്യാസം ഉണ്ടാകും. കാരണം ഫൈ വ്യത്യാസമുണ്ട്. വാർപ്പിംഗ് ഫംഗ്ഷൻ വേറെ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് ഫംഗ്ഷൻ. ഈ സ്ട്രെസ് ഫംഗ്ഷൻ്റെ ടേംസിലുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ വിത്ത് 0 ബോഡി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണമാണ് നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ്. എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് സിഗ്മ എക്സ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടോ വൈ സെഡ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് സെഡ് ഓഫ് ടോ സെഡ് എക്സ് ഈക്വൽ ടു 0. അതേപോലെ ഈ കാണുന്ന മൂന്നെണ്ണം. ഇതിൽ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 0 ഈക്വൽ ടു 0 കിട്ടും. മൂന്നാമത്തെ ഇക്വേഷനിൽ മാത്രമാണ് നമുക്ക് എന്താണ് ടോ എക്സ് സെഡും ടോ വൈ സെഡും ഒക്കെ ഉള്ളതുകൊണ്ട് വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എന്താണ് അതിന് നമുക്ക് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ റിലേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ടോ എക്സ് സെഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടോ വൈ സെഡ് ഈക്വൽ ടു 0. ആ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. ഇനി ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉള്ള ടോ എക്സ് സെഡും ടോ വൈ സെഡിൻ്റെയും വാല്യൂസാണ് ഡോ ഫൈ ബൈ ഡോ വൈ, അതേപോലെ ഡോ ഫൈ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സും. അതിനകത്ത് ഈ പറഞ്ഞ ഫൈ നേരത്തെ നമ്മൾ സൈ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇവിടെ ഫൈ ആണ്. ഈ ഫൈ എന്ന് പറഞ്ഞതാണ് എന്താണ്? പ്രാൻഡിൽ സ്ട്രെസ് ഫംഗ്ഷൻ. ഈ ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് പ്രാൻഡിൽ സ്ട്രെസ് ഫംഗ്ഷൻ. ഇനി ഗവേണിംഗ് ഇക്വേഷൻസ്, കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് നമുക്കറിയാമായിരുന്നു അല്ലേ? 6 കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ബാക്കിയെല്ലാം 0 വരും. 0 വരാത്ത ടേംസ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫും ഡോ ബൈ ഡോ വൈ ഓഫ് ഒരു ടേം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ രണ്ട് ഇക്വേഷൻസാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്, ആദ്യം കാണുന്ന രണ്ടെണ്ണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കും. അതായത് ടോ ഗാമ എക്സ് വൈ ഈക്വൽ ടു 0, എപ്സിലോൺ എക്സ് എക്സ് ഈക്വൽ ടു 0, എപ്സിലോൺ വൈ വൈ ഈക്വൽ ടു 0, ഇതെല്ലാം കൂടെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടി. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് സെഡ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ സെഡ് ഈക്വൽ ടു 0. അതേപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ സെഡ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് സെഡ് ഈക്വൽ ടു 0. ഇങ്ങനത്തെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതിനെ വീണ്ടും നമ്മൾ ടോയുടെ ടേംസിലേക്ക് മാറ്റി. ടോയുടെ ടേംസിലേക്ക് മാറ്റുമ്പോൾ ഒരു 1/g എക്സ്ട്രാ വരും. അതിനുശേഷം എന്താണ് ഈ ടോ എക്സ് വൈക്കും ടോ വൈ സെഡിനും ടോ എക്സ് സെഡിൻ്റെയും വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു റിലേഷൻ കിട്ടി. അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ഈ റെഡ് കളറിൽ കാണുന്ന രീതിയിലത്തെ രണ്ട് ഇക്വേഷനായിട്ട് കിട്ടി. ഈ റെഡ് കളറിൽ കാണുന്ന രണ്ട് ഇക്വേഷൻസ് കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ബ്രാക്കറ്റിനകത്തുള്ളത് രണ്ടും സെയിം ആണ്. അതായത് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ എന്നുള്ള ടേമാണ് ബ്രാക്കറ്റിൽ രണ്ട് കേസിലുള്ളത്. ഈ രണ്ട് സാധനത്തിനെയും ഡോ ബൈ ഡോ എക്സ് ചെയ്യുമ്പോഴും 0 കിട്ടി, ഡോ ബൈ ഡോ വൈ ചെയ്യുമ്പോഴും 0 കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന പാർട്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സോ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈയോ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
അതിന് ഈ ഒരു ടേം എക്സിലും വൈയിലും ഒന്നും ചേഞ്ച് ഇല്ല. അതായത് ത്രൂ ഔട്ട് ദ ക്രോസ് സെക്ഷൻ ഇതെന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ ഒരു വാല്യൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയതാണ് വേണ്ട ഈ പറഞ്ഞ പോലെ ഈ ടേം, ഈ ബ്രാക്കറ്റിനകത്ത് ഉണ്ടായിരുന്ന ടേം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ചസ് ഓഫ് എക്സ് ആൻഡ് വൈ, ഹെൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഓവർ ദ എൻറ്റയർ ക്രോസ് സെക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താണ്? അതാണ് -2g θ. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പം ∂2 + ∂2 ഈക്വൽ ടു അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. ∂2 ∂x2 പകരം ∂x ഓഫ് ∂5 എന്ന് കൊടുത്തു. അതുപോലെ ∂2 പകരം ∂y ഓഫ് ∂5 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇതിനെ ഇൻ ടേംസ് ഓഫ് ∂yz-ഉം ∂xz-ഉം ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ടേംസിനെയൊക്കെ എന്താണ് കറസ്പോണ്ടിങ് ഗാമ ടേംസിലേക്ക് മാറ്റി. എങ്ങനെയാണ്? മൾട്ടിപ്ലൈങ് ബൈ ജി, എന്നിട്ടൊരു നെഗറ്റീവ് കോമൺ എടുത്തു, അപ്പം തിരിഞ്ഞു വന്നു. അപ്പോൾ ഇനി ഗാമ YZ-ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? അതിൻ്റെ ഇക്വേഷനാണ് എന്താണ്? ∂v/∂z + ∂w/∂y. ഇനി ഗാമ XZ-ന് പകരം ∂w/∂x + ∂u/∂z. ഇനി ഇതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പം ∂2w/∂x/∂y-യും മൈനസ് ∂2w/∂y/∂x-ഉം തമ്മിൽ കട്ട് ചെയ്ത് പോകും. ബാക്കി ആകെ അവശേഷിക്കുന്ന എന്തൊക്കെയായിരിക്കും? ∂by/∂x ഓഫ് ∂v/∂z-ഉം അതുപോലെ ∂by/∂y ഓഫ് ∂u/∂z-ഉം മാത്രമാണ് അവശേഷിക്കുക. അപ്പോൾ അതിനകത്തേക്ക് യുവിൻ്റെയും വിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. XZ തീറ്റയും -YZ തീറ്റയും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? -2g θ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് ഗവേണിംഗ് ഇക്വേഷൻ. അപ്പോൾ ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് ടോർഷൻ ഓഫ് എ പ്രിസമാറ്റിക് ബാർ ഇൻ ടേംസ് ഓഫ് പ്രാൻഡിൽ സ്ട്രെസ് ഫംഗ്ഷൻ φ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ∂2 + ∂x2 ഈക്വൽ ടു -2g θ. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ സെയിൻ വെനൻസ് ചെയ്ത പോലെ തന്നെ, അതായത് സ്ട്രെസ് ടെൻസർ ആദ്യം കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ഇൻറ്റു ഡയറക്ഷൻ കൊസൈൻസ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഒരു ട്രാക്ഷൻ കിട്ടും. ട്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ ട്രാക്ഷനുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം എക്സ്റ്റേണൽ ട്രാക്ഷൻ 0 ആണ്. അപ്പം σij × n ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അതിൽ നമുക്ക് റിലേഷൻ നമ്മൾ നോക്കുന്നു അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നു. ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ടെൻസർ ഇൻറ്റു ഡയറക്ഷൻ കൊസൈൻസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇതിൽ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അതിൽ ഫസ്റ്റ് 2 ഇക്വേഷൻസ് ഓൾറെഡി 0 × 0 ഈക്വൽ ടു 0 ഫോർമാറ്റ് വരുന്നതുകൊണ്ട് അത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ലാസ്റ്റ് ഇക്വേഷനിൽ നിന്നാണ് കിട്ടുന്നത്. ലാസ്റ്റ് ഇക്വേഷനാണ് ∂5/∂y × dy/ds + ∂5/∂x × dx/ds ഈക്വൽ ടു 0. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? താഴെ കാണുന്ന പോലെ ∂5/∂y × dy + ∂5/∂x × dx ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് d∅ എന്ന് പറയുന്നത്. അതായത് d∅ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, ബൗണ്ടറീസ്. ഇപ്പോൾ ഒരു ബൗണ്ടറിയിൽ d∅ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം ബൗണ്ടറീസിലെല്ലാം ഫൈയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആണ് ദ വാല്യൂ ഓഫ് ഫൈ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓവർ ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ബൗണ്ടറി കർവ്. അതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ടോർക്ക് ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് ഫംഗ്ഷൻ. അപ്പം സെയിൻ വെനൻസ് മെത്തേഡിൽ നമ്മൾ ചെയ്തായിരുന്നു. അതിനകത്ത് മൊമെൻറ്റ് സ്ട്രെസ്സസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചു. സ്ട്രെസ്സിൻ്റെ കൂടെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്ത് ഫോഴ്സ് കണ്ടുപിടിച്ചു. ഫോഴ്സിന് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൊമെൻറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു മൊമെൻറ്റ് റിസൾട്ടിങ് മൊമെൻറ്റ് ഇതാണ്. അപ്പോൾ അത് ഇക്വിലിബ്രിയം വരുമ്പോൾ ഇത് വിൽ ബി ഈക്വൽ ടു ടോർക്ക് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ദെയർഫോർ ടോർക്ക് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു ∂yz മൈനസ് y ∂xz ഇൻറ്റു dx dy എന്ന് പറഞ്ഞിട്ട് റിലേഷൻ ചെയ്തായിരുന്നു. അതേ ഇക്വേഷൻ നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. ഇവിടെ പ്രാൻഡിൽ ഫംഗ്ഷൻ വഴി ചെയ്ത്, പ്രാൻഡിൽ മെത്തേഡ് വഴി ചെയ്ത്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് പ്രാൻഡിൽ ഫംഗ്ഷൻ φ
നമുക്ക് ടോ വൈ സെഡിൻ്റെയും ടോ എക്സ് സെഡിൻ്റെയും വാല്യൂസ് അറിയാമായിരുന്നു. എന്താണ് ടോ എക്സ് സെഡ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ, അതുപോലെ ടോ വൈ സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ റിലേഷൻ കിട്ടും. മൈനസ് ഓഫ് ഡബിൾ ഇൻ്റഗ്രൽ എക്സ് ഡി ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇനി ഇതിനെ നമ്മളൊരു ചെറിയൊരു റീഅറേഞ്ചിങ് നടത്തുകയാണ്. അത് പറ്റുകയാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോ, കാരണം അത് കുറച്ച് ഒരു പാടുള്ളതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് റൂൾ, നമ്മൾ ഈ പ്രോഡക്റ്റ് റൂൾ പഠിച്ചിട്ടില്ലേ? പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ഡി എക്സ് ഓഫ് യു വി ഈക്വൽ ടു എന്താണ് യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഇപ്പം എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സിനെ നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റ്, അതായത് ഫൈ ഇൻറ്റു എക്സിൻ്റെ മൾട്ടിപ്പിൾ, അതിനകത്ത് നിന്ന് വേറെന്തോ മൈനസ് ചെയ്ത് കളയുന്നു. അതുപോലെ സിമിലർലി രണ്ടാമത്തെ വൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഒന്ന് പ്രോഡക്റ്റ് റൂളുള്ള ഫൈയും വൈയും കൂടെ ഉള്ള ഒരു പ്രോഡക്റ്റ് റൂള്, അതിൽ നിന്ന് എന്തോ ഒരു വാല്യൂ മൈനസ് ചെയ്തു. ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അതായത് വേറൊന്നുമല്ല, ഈ ഒരു റിലേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെ മൈനസ് ഓഫ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഫൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ഫൈ ഡി വൈ ഡി വൈ. മൈനസ് ആണ് വരേണ്ടത്. അപ്പം ഓൾ ടുഗദർ നേരത്തെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് അത് പ്ലസ് ആയി. പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഫൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് പ്ലസ് ഫൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇനി ഈ ഡോ എക്സ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1 ആണ് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ. അതുപോലെ ഡോ വൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് അവിടെ 1 എന്ന് പറഞ്ഞൊരു ടേം വന്നു. അപ്പോൾ അവിടെ എന്താണ് ഓൾ ടുഗദർ 5 പ്ലസ് 5 2 ആയിട്ട് വന്നു. അതാണ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് 2 ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞ് വന്നത്. ഇനി ഇവിടെ ഇപ്പം 2 എണ്ണം ഉണ്ട്, 2 ഡബിൾ ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട് മൂന്നാമത്തെ റോയിൽ. അപ്പോൾ അവിടെ ഫസ്റ്റ് ഡബിൾ ഇൻ്റഗ്രൽ അവിടെ നമ്മൾ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യണം. ഗ്രീൻസ് തിയറം എന്താണെന്നുള്ളത് ഒരു ഗ്രീൻ കളറിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 2 ഫംഗ്ഷൻ്റെ പ്ലസ് ചെയ്തേക്കുന്നത് എഫ് ഡി എക്സും ജി ഡി വൈയും സൈക്ലിക് ഇൻ്റഗ്രൽ ആണെങ്കിൽ അതിനെ നമ്മൾ ഡബിൾ ഇൻ്റഗ്രലായിട്ട് നമ്മൾ ഏരിയ ഇൻ്റഗ്രലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ തിരിച്ചാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈക്ലിക് ഇൻ്റഗ്രലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം ബൈ ഗ്രീൻസ് തിയറം. അപ്പോൾ ആ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഇതിനെ ഒരു സൈക്ലിക് ഇൻ്റഗ്രലായിട്ട്, അതായത് മൂന്നാമത്തെ റോയിൽ കാണുന്ന ഇക്വേഷൻ അതിൻ്റെ ഫസ്റ്റ് ഡബിൾ ഇൻ്റഗ്രലിനെ നമ്മളെന്താണ് ഒരു സൈക്ലിക് ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പം ടിയുടെ റിലേഷൻ ഈ രീതിയിൽ വരും ലാസ്റ്റിൽ കാണുന്ന പോലെ. അതായത് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഫൈ ഓഫ് വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് 2 ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇങ്ങനെ കിട്ടി. ഇനി നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ത്രൂ ഔട്ട് ദ ബൗണ്ടറി, ബൗണ്ടറിയിൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ പറഞ്ഞ സൈക്ലിക് ഇൻ്റഗ്രലിൻ്റെ ആ വാല്യൂ അവിടെ എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു ടേം നമുക്ക് പോകുന്നു. രണ്ടാമത്തെ ടേം മാത്രമായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അപ്പം പറഞ്ഞു എ സെക്ഷൻ ഈസ് കോൾഡ് സിംപ്ലി കണക്റ്റഡ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 ബൗണ്ടറി കർവ്. ഒരു ബൗണ്ടറി കർവ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് സിംപ്ലി കണക്റ്റഡ്. അപ്പോൾ എന്താണ് ഈ ഒരു ബൗണ്ടറി കർവ് മാത്രം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഇങ്ങനൊരു സിലിണ്ടർ ഉണ്ടെങ്കിൽ ഇതിന് നമുക്ക് പറയാം ഇതിന് ത്രൂ ഔട്ട് സെക്ഷൻ ക്രോസ് സെക്ഷനിൽ ഒറ്റ ബൗണ്ടറിയേ ഉള്ളൂ. ഈ കാണുന്നതാണ് അതിൻ്റെ ബൗണ്ടറി, സിംഗിൾ ബൗണ്ടറി നമ്മൾ പറയാം. അതേസമയം ഇപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് ഹോൾസ് ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഇവിടെ ഒരു ഹോൾ, അതുപോലെ ഇവിടെ ഇങ്ങനൊരു ഹോള് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് ഓൾ ടുഗദർ 3 ബൗണ്ടറീസ് ഉണ്ട്. ഒന്ന് വെളിയിൽ കാണുന്ന ബൗണ്ടറി, അതുപോലെ ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ടാവും, അതുപോലെ ഇവിടെയും ഒരു ബൗണ്ടറി ഉണ്ടാവും. സിംപ്ലി കണക്റ്റഡ് സെക്ഷൻസ് വി ക്യാൻ ടേക്ക് ഫൈ ഈക്വൽ ടു 0 ദ എൻറ്റയർ സിംഗിൾ ബൗണ്ടറി കർവ്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ സിംഗിൾ ബൗണ്ടറി കർവ് മാത്രം ഉള്ളെങ്കിൽ, അതായത് നടുക്ക് ഹോളൊന്നും ഇല്ലാത്ത സിംഗിൾ ബൗണ്ടറി കർവ് മാത്രമാണെങ്കിൽ അവിടെ എന്താണ് ഫൈ 0 ആയിട്ട് എടുക്കുന്നു. അതായത് ഫസ്റ്റ്
പാർട്ട് 0 ആയി പോകുന്നു, സെക്കൻഡ് പാർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടിയുടെ റിലേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും, എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് 2phi dx dy എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി ഫൈയും സൈയും തമ്മിലുള്ള റിലേഷൻ, അതായത് സൈ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൻ വെനൻറ്റിൽ ഉപയോഗിച്ചതാണ് ഫൈ. അതുപോലെ പ്രാൻഡിൽ ഫംഗ്ഷനാണ് ഫൈ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടാൻ വേണ്ടി ഓരോ കേസിലെയും ടോ എക്സ് വൈയുടെയും ടോ വൈ സെഡിൻ്റെയും റിലേഷൻ നമുക്ക് നോക്കാം. അതായത് സെയിൻ വെനൻസ് തിയറം അല്ലെ, സെയിൻ വെനൻസ് മെത്തേഡിൽ ടോ വൈ സെഡിൻ്റെ വാല്യൂ ആയിരുന്നു ജി തീറ്റ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് എക്സ്. ഇനി കറസ്പോണ്ടിങ്ലി പ്രാൻഡിൽ ഫംഗ്ഷൻ മെത്തേഡിൽ എന്തായിരുന്നു, മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ആയിട്ടാണ് നമ്മളെടുത്തത്. ഇനി ടോ എക്സ് സെഡിൻ്റെ കേസിൽ എന്താണ്, സെയിൻ വെനൻസ് മെത്തേഡിൽ ജി തീറ്റ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് മൈനസ് വൈ ആണ് എടുത്തത്. പ്രാൻഡിൽ ഫംഗ്ഷൻ മെത്തേഡിൽ എന്താണ്, ഡോ ഫൈ ബൈ ഡോ വൈ ആയിരുന്നു എടുത്തത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്ക് എന്താണ്, ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു എന്താണ് മൈനസ് 1 ബൈ ജി തീറ്റ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. അതേപോലെ ഡോ ഫൈ ബൈ ഡോ എക്സിന് 1 ബൈ ജി തീറ്റ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് വൈ എന്നും നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടുത്തെ ജെ ഇൻ്റഗ്രലിൻ്റെ റിലേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ്, എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് വൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ആണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഇക്വേഷൻസ് നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഡോ ഫൈ ബൈ ഡോ വൈയുടെയും അതുപോലെ ഡോ ഫൈ ബൈ ഡോ എക്സിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഇങ്ങനൊരു റിലേഷൻ കിട്ടും ഫൈനലി, എന്താണ് മൈനസ് 1 ബൈ ജി തീറ്റ ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ജി ഡി വൈ ഡി എക്സ് ഡി വൈ. ഇതാണ് ജെ ഇൻ്റഗ്രൽ ഇൻ ടേംസ് ഓഫ് പ്രാൻഡിൽ ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ്, ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ യൂസിങ് പ്രാൻഡിൽ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ ദ ഗിവൺ ബൗണ്ടറി കർവ് ഓഫ് ദ ബാർ ഡെവലപ്പ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈ സച്ച് ദാറ്റ് ഫൈ സാറ്റിസ്ഫൈസ് ദ പോയ്സൺസ് ഇക്വേഷൻ. അപ്പോൾ പോയ്സൺസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊരു ഫൈ നമ്മൾ സെലക്ട് ചെയ്യുന്നു. പോയ്സൺസ് ഇക്വേഷൻ എന്തായിരുന്നു, ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2 ജി തീറ്റ. അതിനുശേഷം നമ്മൾ പറയുന്നു ബൗണ്ടറി കർവ്. നമ്മൾ പറഞ്ഞു ബൗണ്ടറി കർവ് സിംഗിൾ ബൗണ്ടറി ആണെങ്കിൽ സിംഗിൾ ബൗണ്ടറി ആവട്ടെ എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ബൗണ്ടറി എക്സ്റ്റേണൽ ബൗണ്ടറിയിൽ ഫൈയുടെ വാല്യൂ എന്താണ് 0 ആണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് സപ്പോസ് ഒരു സർക്കിളാണ് എടുക്കുന്നതെങ്കിൽ സർക്കിളിൻ്റെ റിലേഷൻ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ അത് 0 ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ വരണമെങ്കിൽ എന്താ ചെയ്യുക, ആറിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് അതിന് എന്താണ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. അതുകൊണ്ട് തന്നെ ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. എങ്ങനെയാണ്, ഒരു കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ഈ പറഞ്ഞ വാല്യൂ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇതാണ് നമുക്ക് എന്താണ് പ്രാൻഡിൽ ഫംഗ്ഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം എന്താണ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് കെ, അതായിരിക്കും പ്രാൻഡിൽ ഫംഗ്ഷൻ. ഇനി അതിനുശേഷം ടോ എക്സ് വൈയും ടോ വൈ സെഡും കണ്ടുപിടിക്കുക യൂസിങ് ദ റിലേഷൻ ഡോ ഫൈ ബൈ ഡോ വൈ അതേപോലെ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇനി ടോർക്കിൻ്റെ റിലേഷൻ അറിയാം, ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് 2phi dx dy. അതേപോലെ ജെ ഇൻ്റഗ്രലിൻ്റെ റിലേഷൻ നമുക്കറിയാം, ഇതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ടോർക്കിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ടി ഇൻറ്റു ജി തീറ്റ ജെ ഈ റിലേഷനിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി സർക്കിളിൻ്റെ കേസിലാണെങ്കിൽ ജെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ തന്നെയായിരിക്കും. ഇതാണ് സ്റ്റെപ്സ് ഫോർ സോൾവിങ് problems using